केरला के गवर्नर राजेंद्र अर्लेकर जी, मुख्यमंत्री श्रीमान पी विजयन जी, केंद्रीय कैबिनेट के मेरे सहयोगीगण, मंच पर मौजूद अन्य सभी महानुभाव और केरला के मेरे भाई और बहनों, കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ജി, മുഖ്യമന്ത്രി ശ്രീ പി പിണറായി വിജയൻ ജി, കേന്ദ്രമന്ത്രിസഭയിലെ എന്റെ സഹപ്രവർത്തകരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള മഹാനുഭാവന്മാരെ, കേരളത്തിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ओरिकल कुड्डे श्री अनंत पद्मनाभ पांडे मणिलेक वरान साध तीर्थ दिल एनिक अतियाय സന്തോഷമുണ്ട്. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഒരിക്കൽ കൂടി ശ്രീ അനന്ത പത്മനാഭന്റെ മണ്ണിലേക്ക് വരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. साथियों, आज भगवान आदि शंकराचार्य जी की जयंती है. 3 वर्ष पूर्व सितंबर में मुझे उनके जन्मभूमि क्षेत्र में जाने का सौभाग्य मिला था. मुझे खुशी है कि मेरे संसदीय क्षेत्र काशी में विश्वनाथ धाम परिसर में आदि शंकराचार्य जी की भव्य प्रतिमा स्थापित की गई है. मुझे उत्तराखंड के केदारनाथ धाम में आदि शंकराचार्य जी की दिव्य प्रतिमा के अनावरण का भी सौभाग्य मिला है. और आज ही देवभूमि उत्तराखंड में केदारनाथ मंदिर के पट खुले हैं. केरला से निकलकर देश के अलग अलग कोनों में मठों की स्थापना करके आदि शंकराचार्य जी ने राष्ट्र की चेतना को जागृत किया. इस पुनीत अवसर पर मैं उन्हें श्रद्धापूर्वक नमन करता हूं. സുഹൃത്തുക്കളെ, ഇന്ന് ഭഗവാൻ ആദി ശങ്കരാചാര്യ ജയന്തിയാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് സെപ്റ്റംബറിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ജന്മഭൂമി ക്ഷേത്രം സന്ദർശിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. എന്റെ മണ്ഡലമായ കാശിയിൽ വിശ്വനാഥ് ധാമിൽ അതിന്റെ പരിസരത്ത് ആദി ശങ്കരാചാര്യരുടെ ഭവ്യമായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. എനിക്ക് ഉത്തരാഖണ്ഡിലെ കേദാരനാഥ് ധാമിലും ആദി ശങ്കരാചാര്യരുടെ ദിവ്യ പ്രതിമ അനാവരണം ചെയ്യുന്നതിനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇന്നാണ് ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൽ കേദാരനാഥ മന്ദിർ തുറക്കുന്നത്. കേരളത്തിൽ നിന്ന് പുറപ്പെട്ട രാജ്യത്തിന്റെ വിവിധ മഠങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ ആദി ശങ്കരാചാര്യർ രാഷ്ട്ര ചൈതന്യം ഉണർത്താൻ ശ്രമിച്ചു. ഈ പവിത്രമായ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നു. साथियों, यहां एक और अपनी संभावनाओं के साथ उपस्थित ये विशाल समुद्र है और दूसरी ओर प्रकृति का अद्भुत सौंदर्य है. और इन सब के बीच हम न्यू एज डेवलपमेंट का सिंबल ये विजिंगम डीप वाटर सी पोर्ट है. मैं केरला के लोगों को, देश के लोगों को बहुत बहुत बधाई देता हूं. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ഭാഗത്ത് അപാരമായ സാധ്യതകളുള്ള വിശാലമായ സമുദ്രം, മറുഭാഗത്ത് പ്രകൃതി സൗന്ദര്യം വാർന്നൊഴുകുന്ന വിവിധ പ്രദേശങ്ങൾ. ഇതിനിടയിൽ ഇന്ന് ന്യൂ ഏജ് ഡെവലപ്മെന്റിന്റെ മാതൃകയായി ഈ വിഴിഞ്ഞം ഡീപ്പ് വാട്ടർ സീപോർട്ട് നിലനിൽക്കുന്നു.
ഞാൻ കേരളത്തിലെ ആളുകൾക്കും ദേശവാസികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. साथियों, इस सी पोर्ट को 8,800 करोड़ रुपीस की लागत से तैयार किया गया है. अभी इस ट्रांसशिपमेंट हब की जो क्षमता है वो भी आने वाले समय में बढ़कर के 3 गुनी हो जाएगी. यहां दुनिया के बड़े मालवाहक जहाज आसानी से आ सकेंगे. अभी तक भारत का 75% ट्रांसशिपमेंट भारत के बाहर के पोर्ट पर होता था. इससे देश को बहुत बड़ा रेवेन्यू लॉस होता आया है. ये परिस्थिति अब बदलने जा रही है. अब देश का पैसा देश के काम आएगा. जो पैसा बाहर जाता था वो केरला और विलिंगम के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटीज लेकर आएगा. സുഹൃത്തുക്കളെ, 8,800 കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ പോർട്ട് ഇവിടെ സ്ഥാപിച്ചത്. ഇപ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് നിലവിലുള്ള ക്ഷമതയിൽ നിന്നും വരും കാലത്ത് 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. അതിലൂടെ ലോകത്തുള്ള വലിയ വലിയ ചരക്ക് കപ്പലുകൾക്ക് വളരെ വേഗത്തിൽ ഇവിടെ എത്തിച്ചേരാനാകും. ഇതുവരെ 75%-ലധികം ട്രാൻസ്ഷിപ്മെന്റ് ഭാരതത്തിന് പുറത്തുള്ള പോർട്ടുകളിലാണ് നിലനിന്നിരുന്നത്. ഇതിലൂടെ രാജ്യത്തിന് വളരെയധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമായിരുന്നു. ഈ കാരണത്തിന്, ഈ പരിസ്ഥിതിക്ക് ഇനി മാറ്റം കൊണ്ടുവരും. ഇനി രാജ്യത്തിന്റെ പൈസ നമുക്ക് തന്നെ പ്രയോജനപ്പെടും. പുറത്തേക്ക് ഒഴുകിയിരുന്ന പണം അത് കേരളത്തിനും വിഴിഞ്ഞം പോർട്ടിനും അതിലൂടെ ജനങ്ങൾക്കും പുതിയ സാമ്പത്തിക സുസ്ഥിരത കെട്ടിപ്പടുക്കുന്നതിന് പ്രയോജനപ്പെടും. साथियों, गुलामी से पहले हमारे भारत ने हजारों वर्ष की समृद्धि देखी है. एक समय में ग्लोबल जीडीपी में मेजर शेयर भारत का हुआ करता था. उस दौर में हमें जो चीज दूसरे देशों से अलग बनाती थी वो थी हमारी मैरीटाइम कैपेसिटी, हमारी पोर्ट सिटीज की इकोनॉमिक एक्टिविटी. केरला का इसमें बड़ा योगदान था. സുഹൃത്തുക്കളെ, ഭാരതം സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് ആയിരക്കണക്കിന് വർഷം നമ്മുടെ ഭാരതം സമൃദ്ധ ഭാരതമായിരുന്നു. ഒരു കാലത്ത് ഗ്ലോബൽ GDPയുടെ മുഖ്യ പങ്കും ഭാരതമാണ് സംഭാവന ചെയ്തിരുന്നത്. ഇതിനിടയിൽ മറ്റ് രാജ്യങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി. ഇന്ന് നമ്മുടെ മാരിടൈം കപ്പാസിറ്റി, നമ്മുടെ പോർട്ട് സീരീസ്, നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റി, ഇതിലെല്ലാം കേരളത്തിന്റെ പങ്ക് മഹത്തരമാണ്. केरला से अरब सागर के रास्ते दुनिया के अलग अलग देशों से ट्रेड होता था. यहां से जहाज व्यापार के लिए दुनिया के कई देशों में जाते थे. आज भारत सरकार देश की आर्थिक ताकत के उस चैनल को और मजबूत करने के संकल्प के साथ काम कर रही है. भारत के कोस्टल स्टेट, हमारी पोर्ट सिटीज विकसित भारत की ग्रोथ का अहम सेंटर बनेंगे. മുൻകാലങ്ങളിൽ കേരളത്തിലുള്ളവർ അറബിക്കടലിലൂടെ ലോകത്താകമാനം ട്രേഡിനായി പോയിരുന്നു. ഇവിടെ നിന്നും കപ്പലുകൾ വ്യാപാരത്തിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചിരുന്നു. ഇന്ന് ഭാരത സർക്കാർ രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയായ ഈ ചാനലിനെ കൂടുതൽ ശാക്തീകരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്.
ഭാരതത്തിന്റെ കോസ്റ്റൽ സ്റ്റാറ്റസ് നമ്മുടെ പോർട്ട് സിറ്റീസ് വികസിത ഭാരത സങ്കല്പത്തിന്റെ പുരോഗതിക്ക് പ്രധാന സെന്ററായി മാറും. मैं अभी पोर्ट की विजिट करके आया हूं और गुजरात के लोगों को जब पता चलेगा कि इतना बढ़िया पोर्ट ये अदानी ने यहां केरल में बनाया है, ये गुजरात में 30 साल से पोर्ट पे काम कर रहे हैं, लेकिन अभी तक वहां उन्होंने ऐसा पोर्ट नहीं बनाया, तब उनको गुजरात के लोगों से गुस्सा सहन करने के लिए तैयार रहना पड़ेगा. അദാനി വളരെ വേഗത്തിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. 30 വർഷമായി ഗുജറാത്തിൽ അദാനിയുടെ പോർട്ട് പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഇത്രയും വലിയ പോർട്ട് അദ്ദേഹം നിർമ്മിച്ചു നൽകിയത് കേരളത്തിലെ വിഴിഞ്ഞത്താണ്. ഇക്കാര്യത്തിൽ ഗുജറാത്തിലെ ജനങ്ങളുടെ പരാതി അദ്ദേഹം കേൾക്കേണ്ടി വരും. हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडी अलायंस के बहुत बड़े मजबूत पिलर है, यहां शशि थरूर भी बैठे हैं, और आज का ये इवेंट कई लोगों की नींद हराम कर देगा. നമ്മുടെ എയർലൈൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണം. He could not. वेल मैसेज चला गया जहां जा रहा था. साथियों, पोर्ट इकोनॉमी की पूरे पोटेंशियल का इस्तेमाल तब होता है जब इंफ्रास्ट्रक्चर और ईज ऑफ डूइंग बिजनेस दोनों को बढ़ावा मिले. पिछले 10 वर्षों में यही भारत सरकार की पोर्ट और वाटरवेज पॉलिसी का ब्लूप्रिंट रहा है. हमने इंडस्ट्रियल एक्टिविटीज और राज्य के होलिस्टिक विकास के लिए तेजी से काम आगे बढ़ाया है. സുഹൃത്തുക്കളെ, പോർട്ട് ഇക്കോണമിയുടെ മുഴുവൻ പൊട്ടൻഷ്യലും ഇപ്പോൾ പ്രയോജനപ്പെടുത്തുകയാണ്. ഇതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും രണ്ടും പുരോഗമനത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഭാരത സർക്കാർ പോർട്ട് വാട്ടർവേജ് പോളിസി അതിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നാം ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റികൾ, സംസ്ഥാനങ്ങളുടെ ഹോളിസ്റ്റിക് വികസനം എന്നിവയുടെ പ്രവർത്തനങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും.